തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞു നമ്മൾ ഒരു DGR എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകളാണെങ്കിലും ഫോണ്, ലാപ്ടോപ്സ്, അതേപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്ത് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാം ഒരു DG കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻ ടേംസ് ഓഫ് നമ്മളതൊരു കാർഗോന്റെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഒരു DG ഷിപ്മെന്റ്സ് നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് തരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ പ്രൊഡക്ട്സ് നമ്മളോട് ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ നമുക്കൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ നമുക്ക് പറയുകയാണ് നമുക്കൊരു പ്രോഡക്റ്റ് ഇന്ന ഡെസ്റ്റിനേഷനിലോട്ട് അയക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫിസിക്കൽ ഇൻസ്പെക്ഷനാണ്. നമ്മളവിടെ പോയിട്ട് സാധനം ഇൻസ്പെക്ട് ചെയ്യലാണ്. ഇതെന്താണ് പ്രൊഡക്റ്റ്. ചിലപ്പോൾ കസ്റ്റമർക്ക് ചിലപ്പോൾ അൺനോൺ നോളജ് ആവും. ലൈക്ക് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയാം ഇറ്റ്സ് എ ഡേഞ്ചറസ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ അവർ പറയാം വാച്ചസ് എന്ന് പറഞ്ഞു. വാച്ചസ് പല രീതിയിലുള്ള വാച്ചസുകളുണ്ട്. ലൈക്ക് എന്താ പറയുക, ബാറ്ററി ലിഥിയം ബാറ്ററി ഉള്ളതുണ്ട്. ഓക്കെ, ലിഥിയം മെറ്റൽ ബാറ്ററി ഉള്ള വാച്ചസുകളുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ പോയിട്ട് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഏതാണ് ഡേഞ്ചറസ് ഗുഡ്സിൽ വരുന്ന കാറ്റഗറി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഗുഡ്സ്. ഇത് DG ആണോ നോൺ DG ആണോ എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ അത് DG ആണോ നോൺ DG ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള ഈ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ പാക്കിംഗ് ചെയ്യുക, ലേബലിംഗ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ദ ഫൈനൽ ഈസ് ഡോക്യുമെൻറ്റേഷൻ. ഇതാണ് അതിലുള്ള ഒരു ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ശേഷം പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക, ദെൻ ഡോക്യുമെൻറ്റേഷൻ. ഇതാണ് ഡേഞ്ചറസ് ഗുഡ്സിലുള്ള ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഗുഡ്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഡേഞ്ചറസ് ഗുഡ്സിന് ഒരു സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു സർട്ടൻ ടൈപ്പ് ഓഫ് പാക്കിംഗ് ഉണ്ട്, അതേപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഒരു ബൈലോ പോലത്തെ എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങളുണ്ടോ? അല്ലെങ്കിൽ ആരാണ് ഈ ഒരു DGRS അല്ലെങ്കിൽ DGR ഷിപ്മെന്റ് മൂവ് ചെയ്യാൻ ഒരു മാനദണ്ഡം വെക്കുന്നത്? ഇതിനുള്ള അതോറിറ്റി കൊടുക്കുന്നത് ആരാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ വരിക? എക്സാക്ട്ലി, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഇതെല്ലാം വരുന്നത് ശരിക്കും വരുന്നത് IATA തന്നെ, ഐക്കാവോ, അതുപോലെ തന്നെ UN നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ പറയുന്നത്. നമുക്ക് അതിലോട്ട് യുണൈറ്റഡ് നാഷൻ. എക്സാക്ട്ലി. സോ അത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ്റെ ഇതിൽ തന്നെ വരുന്നതാണ്. അത് അസൈൻ ചെയ്ത കുറേ UN നമ്പേഴ്സ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫ്യൂംസ്, നമ്മൾ അടിക്കുന്ന പെർഫ്യൂംസ്. ഓക്കെ, സോ പെർഫ്യൂംസ് നമ്മൾ യുണൈറ്റഡ് നാഷൻ ചെയ്തു വെച്ച ലൈക്ക് IATA ഇവരെല്ലാവരും കൂടിയിട്ട് അതിന് ഓരോ UN നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്, ലൈക്ക് യുണൈറ്റഡ് നാഷൻ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെർഫ്യൂംസ് എന്ന് പറയുന്ന UN നമ്പേഴ്സ് വെച്ചത് ഏത് രാജ്യമായിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഇവൻ ഇഫ് ഇറ്റ് ഈസ് അമേരിക്ക, ഇവൻ ഇഫ് ഇറ്റ് ഈസ് UAE, മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, ഏത് ഭൂഖണ്ഡമായിക്കോട്ടെ, എല്ലായിടത്തും UN നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെയിം നമ്പർ. ഇറ്റ് വോണ്ട് ബി ചേഞ്ച് എനിവെയർ, എനി കൺട്രി, എല്ലാം സെയിം നമ്പറാണ്. ഫോർ എക്സാമ്പിൾ ഒരു സെൻട്രലൈസ്ഡ് ആണ്. അത് UN ആണ് അതിന് ആ നമ്പറോ ഐഡന്റിഫിക്കേഷനോ കൊടുത്തിട്ടുള്ളത്. അത് അണ്ടർ ദ വേൾഡ് എവിടെ വേണമെങ്കിലും ഈ ഒരു നമ്പർ അതിന് ഫോളോ ചെയ്തിരിക്കണം. അതെ, IATA ആണ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് IATA ആൻഡ് UN എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ്റെ അതിൽ വെച്ചിട്ടുള്ളതാണ്. അത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഇറ്റ് വോണ്ട് ബി എൻ എ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ perfumes, as we said, like perfumes it's we're going to say, like for example it's a 1266 UN 1266. We must have to say UN 1266. So 1266 UN 1266 എന്ന് പറയുന്ന ഒരു യുണൈറ്റഡ് നാഷൻ നമ്പർ, അത് പെർഫ്യൂമറി പ്രൊഡക്ട്സ് ആണ്. സോ അത് ഏത് രാജ്യത്തും ആയിക്കോട്ടെ ഇറ്റ് വോണ്ട് ബി ചേഞ്ച്. ആ UN നമ്പർ ഇറ്റ് വോണ്ട് ബി ചേഞ്ച്. ഓക്കെ, ഇറ്റ് വിൽ ബി ചേഞ്ച്. If it's something, if it change, there will be a dangerous goods classes which we are going to start soon. So അത് ചേഞ്ച് ചെയ്യുന്നത് ഐക്കാവോ അല്ലെങ്കിൽ ലൈക്ക് ഇന്റർനാഷണൽ UN ടീംസുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ there will be a specific changes. Whatever changes is coming, it will be mentioned on the DG books. Okay, so that's we'll go through, like later on we'll go through. Yeah. So